അങ്ങനെ ചിങ്ങഞ്ചിറക്കി പോയപ്പോഴാണ് കേട്ടോ നമ്മുടെ താമരപ്പാടം ഫ്ലവർ ഷോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലോ, നമുക്കൊന്ന് പോയി നോക്കിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി കേട്ടോ. എന്തൊരു ഭംഗിയാണ്, കൊല്ലംകോടിനെ അങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയെന്ന് പറയാം. അത്രമാത്രം ഭംഗിയാണ്, അത്രമാത്രം ഫ്ലവറുമാണ്. വെഡ്ഡിങ് ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഒറ്റപ്പനകളും ആ മലയുടെ താഴ്വാരം ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. കഴിയുമെങ്കിൽ എല്ലാവരും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും. അല്പം മനസ്സമാധാനവും സന്തോഷവും കുട്ടികളുടെ സന്തോഷവും നമ്മുടെ സന്തോഷവും ഒക്കെ കണ്ടെത്താൻ പറ്റിയ ഒരു പ്ലേസാണ്. അതായത് പാടത്തിൻ്റെ നടുക്കൂടെ, പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ ആ ഒറ്റപ്പനയൊക്കെ നിൽക്കുന്നത്. പിന്നെ വരുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ പൊള്ളുന്ന വെയിലാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങുക, ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ ദുഃഖങ്ങളൊക്കെ മറന്ന് എന്താ കൊമ്പൻ നിൽക്കുന്നുണ്ടോ, എന്തൊരു രസമാണെന്ന് നോക്കി, തലയെടുത്ത് അങ്ങനെ നിൽക്കുന്ന കണക്ക് തോന്നും. പിന്നെ ചെറിയ ചെറിയ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവിടെ കഴിക്കാം. പിന്നെ ചെറിയ ചായയും കടിയൊക്കെ അവിടെ അടുത്ത് കിട്ടും, ഐസ്ക്രീമൊക്കെ. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളവർ വാങ്ങിച്ചിട്ട് പോകാം. ആ ഷെഡിനകത്തൂടെയൊക്കെ നമുക്ക് കയറാൻ പറ്റും. നിറയെ ജനങ്ങളുണ്ട്, നിറയെ എന്ന് പറഞ്ഞാൽ താമരപ്പാടം കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടവരാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ പൂവൊക്കെ നോക്കി എന്ത് രസമാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അണിയിച്ചൊരുക്കിയെന്ന് പറയാൻ പറ്റിയല്ല. പിന്നെ അവിടെ ഒരാൾക്ക് 30 രൂപ നിരക്കാണ്, പിള്ളേർക്ക് 20 രൂപയും വലിയവർക്ക് 30 രൂപയൊക്കെയാണ്. നല്ല വെയിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം. എന്തായാലും അവിടെയൊക്കെ പോയി. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നന്നായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ കൊല്ലംകോട് കാണാൻ വരുന്നവർ താമരപ്പാടം കാണാതെ ഒരു കാരണവശാലും പോകരുത്. അപ്പോൾ താമരപ്പാടം കാണാനായിട്ട് ഒരു ദിവസം എല്ലാവരും റിസ്ക് എടുത്തിട്ട് വരിക. മനസ്സിനൊരു സന്തോഷമാകും, കുട്ടികളെ കൊണ്ടൊരു ട്രിപ്പ് പോയ കണക്കാവും. എല്ലാം മറന്നിട്ട് നമുക്കതിനകത്തൂടെ നന്നായി ഒന്ന് ആസ്വദിച്ച് നടക്കുമ്പം ഹൃദയത്തിലെ കുറേ ഭാരമൊക്കെ കുറഞ്ഞ പോലെ തോന്നും. അങ്ങനെ നല്ല വയസ്സായ ആൾക്കാരൊക്കെ ഒരു കുടക്കീഴിലൊക്കെ ഇരിക്കണ്ടായി അവിടെ. അവരുടെ മനസ്സിൻ്റെ സന്തോഷം, ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, അവരുടെ മനസ്സിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ നല്ല മലയുടെ താഴ്വാരമാണ്. പിന്നെ പാടത്തോട് നല്ല വെള്ളമുള്ളത് കാരണം അവിടെ തണുപ്പുണ്ട് കേട്ടോ. എല്ലാവരും കുടയൊക്കെ നിവർത്തി പിടിച്ചിട്ട് നടക്കണം കേട്ടോ. പിന്നെ നല്ല കല്യാണ ട്രിപ്പുകൾക്കൊക്കെ നല്ല വീഡിയോസ് കിട്ടും കേട്ടോ. പിന്നെ അവിടെ ഊഞ്ഞാലയിലൊക്കെ കയറിയിരുന്നൊന്ന് ഊഞ്ഞാലാടി. അങ്ങനെ